നമസ്കാരം. സുദർശന അസ്ട്രോളജിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. നമ്മളിപ്പോൾ മേടം മുതൽ ഒരു വൃശ്ചികൻ രാശി വരെയുള്ള ഒരു ഫലം, അതായത് ഒരു 2 മാസത്തെ ഒരു ഫലം, 2-3 മാസമൊക്കെ നിൽക്കുന്നൊരു ഫലമാണ്. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ പലരുടെയും പല കോണിൽ നിന്നും അങ്ങനെയൊക്കെ ചിലർ വിളിച്ചിങ്ങനെ പറഞ്ഞു, ജോത്സ്യരാ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഏതായാലും അങ്ങോട്ട് നല്ലത് തന്നെ. അപ്പോൾ നമ്മൾ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോഴൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടക ശനി മാറുമ്പോൾ ഒരു ഫലം, രാഹു മാറിയപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ മാറിയപ്പോഴും അതിൻ്റെ ഒരു ഫലം പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് വ്യാഴൻ്റെ മാറ്റം, അങ്ങനത്തെ ഫലങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെന്ത് പ്രസക്തി എന്നുള്ള ഒരു വിചാരം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും അവിടെ ശുക്രൻ, സൂര്യൻ, ബുധൻ, ചൊവ്വ, ഈ പറയുന്ന 3-4 ഗ്രഹങ്ങളെ അതും നമ്മുടെ ഇതിനിടയ്ക്കൂടെ സഞ്ചരിക്കും. പക്ഷെ അവർ ഒരു മാസം ചൊവ്വ 45 ദിവസമല്ലേ നിൽക്കാറുള്ളൂ സാധാരണഗതിയിൽ, ചിലപ്പോൾ മാത്രമേ നിൽക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ഗ്രഹങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന ചില ഫലങ്ങൾ കൂടിക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളത് കൂടെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്നാൽ പിന്നെ അങ്ങനെ എന്നാകട്ടെ എന്ന് വിചാരിച്ചു. വൃശ്ചികൻ രാശിയുടെ ഫലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ധനുരാശിയുടെ ഫലമാണ് പറയുന്നത്. ധനുരാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദവും ഉത്രാടവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞത് മൂലവും പൂരാടവുമാണ്. ഉത്രാടത്തിൻ്റെ ആദ്യകാലം വരുന്ന നാളാണ്. അപ്പോഴതിൽ ആ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ രാശിയിൽ ഇപ്പോഴിപ്പോൾ ഈ നാളെ മുതൽ ഈ സൂര്യൻ ആ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ബുധനും അവിടെയുണ്ട്. ആ ബുധനും സൂര്യനും കൂടെ ആകുമ്പോഴൊരു നിപുണായോഗ ഫലം അവിടെ ഉണ്ട്. സൂര്യൻ നിൽക്കുന്നെങ്കിൽ അതിൽ വലിയ ദോഷം ചെയ്യില്ല. അവിടെ വ്യാഴൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആരോഗ്യകരമായ മേഖലയിൽ സന്തോഷകരമായിട്ടൊക്കെ മുന്നോട്ട് പോകാണ്ട് സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് രോഗശമനമൊക്കെ വന്ന് മുന്നോട്ട് പോകാൻ, സക്സസ് ആയിട്ടുള്ളവർക്ക് ശസ്ത്രക്രിയയൊക്കെ ഉള്ളവർക്ക് പോലും അവർക്കൊക്കെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആരോഗ്യം നല്ലതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വിജയപ്രാപ്തി, പല കാര്യങ്ങൾക്കും വിജയപ്രാപ്തിയൊക്കെ കൈവരും. അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഭാവം നോക്കുമ്പോൾ ധനപരമായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ധനാധിപതിയായിരിക്കുന്നത് ശനിയാണ്. ആ ശനി ഇപ്പോൾ മൂലക്ഷേത്ര ബലത്തിലാണ് നിൽക്കുന്നത്. ചിലവർക്കെല്ലാം കണ്ടകശനിയൊക്കെ കഴിഞ്ഞ ഏഴരശനി കഴിഞ്ഞ ജനുവരി മാസം മാറിക്കഴിഞ്ഞപ്പോൾ പലർക്കും ആശ്വാസം ഉണ്ടാകുമെന്ന പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായിരിക്കും എല്ലാവർക്കും അത് അനുഭവപ്പെട്ടിട്ടില്ല. ആ ശനി ഇപ്പോൾ നിൽക്കുന്നത് 3-ാമത്തെ രാശിയിൽ നിൽക്കുന്നത് ദോഷമല്ല, മൂലക്ഷേത്ര ബലവും കൊണ്ട് അതിന് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും വരുന്നത്. എങ്കിലും സാമ്പത്തികമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ കുറച്ചുകൂടെ വന്നു ചേരാൻ അല്പം കൂടെ താമസം ചിലപ്പോൾ അതിനകത്ത് വന്നേക്കും. ചിലർക്കെല്ലാം ആ മൂലവും പൂരാടവും 3 നക്ഷത്രങ്ങളെ നമ്മൾ പറയുമ്പോഴേ ചില നക്ഷത്രക്കാർക്ക് ഒരു കൂറിലാണെങ്കിലും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ചിലവർക്കുണ്ടാവും. ഇതിനൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിലെ അനുഭവങ്ങൾ കൂടി, ജാതകം എങ്ങനെയിരിക്കുന്നു അതിൻ്റെ അനുഭവങ്ങൾ കൂടി ഇരിക്കും, ഗ്രഹസ്ഥിതിയൊക്കെ. പിന്നെ ഇപ്പോൾ വ്യാഴം 5-ാമത്തെ രാശിയിൽ നിൽക്കുന്നവർക്ക് നല്ലതാണ്, വ്യാഴൻ്റെ ഗുണവും നമുക്ക് ലഭിക്കേണ്ടതാണ്. പിന്നെ അല്പം വിഷമമായിട്ട് വന്നിട്ടുള്ളത് ഒക്ടോബർ 30-ാം തീയതി വന്നിരിക്കുന്ന രാഹു 4-ാമത്തെ രാശിയിൽ സ്ഥിതി ചെയ്യുന്നെങ്കിലും മീനൻ രാശിയിൽ രാഹുവിന് അല്പം സബ്സിഡി ഉണ്ടെന്നും കൂടെ ഒരു സൂചന ഉണ്ട്. അപ്പോൾ 4-ാമത്തെ രാശിയിൽ വന്ന വീട്, വാഹനം, പിന്നെ സുഹൃത്തുക്കൾ, അങ്ങനെ മാതാവ്, അങ്ങനെയുള്ള ആൾക്കാരോ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളും കാര്യാദികളിലൊക്കെ ഇച്ചിരി ഒലച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ പറയുന്ന കണക്ക് ആ സന്ദർഭത്തിൽ ഉണ്ടാകും. നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ അവസ്ഥകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ, ജാതകത്തിൻ്റെ സ്ഥിതിഗതികളൊക്കെയാണ് നമുക്ക് കൂടുതലിത് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വ്യാഴൻ്റെ 5-ാമത്തെ ഭാവത്തെ സ്ഥിതി കൊള്ളാം. സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ നല്ലതാണ്, സന്താനങ്ങൾക്കൊക്കെ നല്ലതാണ്. സന്താനങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കൂടി വരേണ്ട സാധ്യതയൊക്കെ ഉണ്ട്. 5-ാം ഭാവം പുണ്യ ഫലങ്ങളൊക്കെയാണ്. നമ്മൾ ചില ഭാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊക്കെ കുറച്ച് വിടുതലുണ്ടാക്കി ഇങ്ങോട്ട് മുന്നോട്ട് പോരാനുള്ള സാധ്യതയൊക്കെ അതിനകത്ത് സൂചനയുണ്ട്. 6-ാം ഭാവം എന്ന് പറയുന്നത് ആ ശുക്രൻ എന്നും സ്വക്ഷേത്ര ബലത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിനൊന്നും വലിയ ദോഷമൊന്നുമില്ല. 6-ാം ഭാവം വിഘ്നങ്ങളൊക്കെ ഒന്ന് മാറി വരും, ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സാധ്യതയും കൂടി അതിനൊന്നുണ്ട്. പിന്നെ 7-ാം ഭാവം ഭാര്യാസ്ഥാനം നോക്കുമ്പോഴത്തേക്ക് കളത്രസ്ഥാനാധിപതിയാണ്. കളത്രസ്ഥാനം നോക്കുമ്പോൾ അതിൻ്റെ ഭാവാധിപൻ ആ ഭാവത്തിലേക്ക് നോക്കുന്നതൊക്കെ കൊള്ളാം. അപ്പോൾ ബുധൻ്റെ ദോഷങ്ങളൊന്നും തക്കാലം നമുക്ക് ഭാര്യയെ സംബന്ധിച്ചിരിക്കുന്ന ദോഷങ്ങൾ പറയാനില്ലെങ്കിൽ പോലും അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് 4 നിൽക്കുന്ന ആ രാഹുവിൻ്റെ ഒരു ഫലം അങ്ങോട്ടങ്ങോട്ട് കുറച്ച് ചെല്ലുമ്പോഴത്തേക്ക് ആ രാഹു കുടുംബ സ്വസ്ഥതയൊക്കെ ഒത്തിരി കുറയ്ക്കാനെടുക്കാനൊക്കെ ഒത്തിരി സാധ്യത ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് 7-ാം ഭാവാധിപതിയായിരിക്കുന്നതായ ബുധൻ്റെ
ജാതകത്തിൽ എങ്ങനെയാണ് ആ സ്ഥിതി, അതനുസരിച്ചായിരിക്കും അവരുടെ കുറച്ച് കൂടുതലും സാമ്പത്തികം അല്ല ഈ ദാമ്പത്യപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചിലർക്ക് ഇപ്പോൾ ഈ കല്യാണമൊക്കെ ആലോചിച്ച് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് നടക്കേണ്ട സാധ്യതയും കൂടുതലൊന്ന് ഉദ്യമിച്ചാൽ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് വരാനും ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും ബന്ധുക്കളുടെ ചില ആഗമനങ്ങളൊക്കെ വരും. ആയുർഭാവത്തിൽ നോക്കുമ്പോൾ ആയുസ്സിന് ദോഷമൊന്നും പറയാനില്ല. ആയുർഭാവം എന്ന് പറയുമ്പോൾ കർക്കിടകൻ രാശി വരുന്നതാണ്. കർക്കിടകൻ രാശിയുടെ ചന്ദ്രൻ ബലവാനായിട്ട് പോകുന്നതുകൊണ്ട് ദോഷമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇപ്പോഴില്ല. നല്ല അനുഭവങ്ങളൊക്കെ ആരോഗ്യപരമായിട്ട് നമുക്ക് ആയുസ്സിനൊക്കെ ദോഷമില്ലാതെ പോകുന്നുണ്ട്. വിശേഷിച്ച് നമുക്ക് 10ാം ഭാവം 9ാം ഭാഗ്യസ്ഥാനം എടുക്കുമ്പോൾ ഭാഗ്യാധിപതിയായിരിക്കുന്ന ഗ്രഹം ആരോഹണ ബലവാനായിട്ട് ഇനി അങ്ങോട്ടും ബന്ധുക്ഷേത്രത്തിൽ നിന്നും മകരം കുംഭം മീനം മേടത്തിലേക്ക് ഈ സൂര്യൻ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഭാഗ്യാധിപതിയായിരിക്കുന്ന ഗ്രഹവും അപ്പോൾ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും. വിദേശവാസം നമുക്കുണ്ട്, വിദേശവാസത്തിനുള്ള ഗുണങ്ങൾ ലഭിക്കും. അതൊക്കെ ശ്രദ്ധിക്കാനുള്ള യോഗമൊക്കെ നമുക്ക് നല്ലതായിട്ട് വരുന്നുണ്ട്. നല്ല ഭാഗ്യവും തൊഴിലും അതനുസരിച്ച് നമുക്ക് ലഭിക്കേണ്ട യോഗവും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സമയത്തിനകത്ത് ചിലവർക്കെല്ലാം ജോലിയിൽ കയറാനോ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാനോ ഇടയുണ്ട് എന്നുള്ളതാണ്. അതുതന്നെ അടുത്തതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വയാധിപത്യവും ശുക്രനെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്ത് തന്നെ ലാഭം, ആഗമനം, സാമ്പത്തിക ആഗമനങ്ങളൊക്കെ ശുക്രൻ ബലവാനായിട്ടവിടെ കാണുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ശുക്രൻ വൃശ്ചികത്തിലേക്കും ആരോഹണ ബലവാനായിട്ട് ഇനിയിപ്പോൾ മീനൻ രാശിയിലേക്ക് വരെ പോവുകയാണ്. അപ്പോൾ ആ ഫലമൊക്കെ നമുക്ക് കൊള്ളാം. പൊതുവെ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷങ്ങളൊന്നും അതിനകത്ത് പറയേണ്ടതല്ല. പിന്നെ ഈ വ്യാഴൻ അഞ്ച് നിൽക്കുന്നത് വരുന്ന 24 ഏപ്രിൽ മാസത്തിൽ വ്യാഴം 6ലേക്ക് പോയാലും നമുക്കതൊരു വലിയ ദോഷമായിട്ട് കാണുന്നില്ല. ഇങ്ങനെയാണ് ധനക്കൂറിൻ്റെ ഫലം. ഇനി ഞാനിപ്പോൾ ഈ കേസിൽ ഓരോ ദശ ഈ ധനക്കൂറുകാർക്ക് ഓരോ ദശ ആരംഭിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് കൂടി നമുക്ക് ഇതിൽ കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് പറയാം. ഇത് ചന്ദ്രരാശി കൊണ്ടാണ് ഞാൻ പറയുന്നത്. ലഗ്നരാശിയിൽ നിന്നാണ് കൂടുതൽ എടുക്കുന്നതെങ്കിലും ലഗ്നത്തിനല്ല ചന്ദ്രന് ബലമുണ്ടെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ കൊണ്ടും അത് ചിന്തിക്കും. ഇപ്പോൾ സൂര്യദശ ധനക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യദശ ഏറ്റ് കഴിഞ്ഞാൽ അവിടെ ഭാഗ്യാധിപതിയായിരിക്കുന്ന ഗ്രഹമാണ് ഉച്ചത്തിലും സ്വച്ഛത മൂലക്ഷേത്രത്തിലോ അങ്ങനെ നല്ല ഭാവങ്ങളിലോ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ ദശ നമുക്ക് നല്ല അനുഭവങ്ങളെ തരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ മെച്ചപ്പെട്ട ഭാഗ്യങ്ങളും രാജകീയമായ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട്. ഔദ്യോഗിക മേന്മയും ബന്ധുസമാഗമങ്ങളും ഉന്നതമായിരിക്കുന്ന ഭവന നിർമ്മാണവും ഒക്കെ ഈ സമയത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമതുള്ളതെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ദിശാകാലമാണെന്നുണ്ടെങ്കിൽ ആ ചന്ദ്രനെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രൻ അഷ്ടമാധിപത്യ അഷ്ടമാധിപത്യം എന്ന് പറയുന്നത് ചന്ദ്രനും സൂര്യനും അഷ്ടമാധിപത്യ ദോഷമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അഷ്ടമാധിപനാണെങ്കിലും ആ ചന്ദ്രന് ദോഷമില്ല. പിന്നെ പക്ഷബലവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷബലം എന്നുള്ള ഒരു വിശേഷത്തിനകത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ ചന്ദ്രൻ തരും. മനഃപ്രസാദം പ്രകരോതി ചന്ദ്ര സർവ അർത്ഥസിദ്ധിം സുഖഭോജനഞ്ച എന്നാണ് പറയുന്നത്. എന്ന് മന്ത്രേശ്വരൻ്റെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ മനഃപ്രസാദവും പുതിയ സ്ത്രീ രത്നങ്ങളുടെ ആഗമനങ്ങളും വസ്ത്രാഭരണ ലഭ്യതയും നവീന ഗ്രഹനിർമ്മാണങ്ങളും ആരോഗ്യവും സന്തോഷവും സുഖമൊക്കെ സന്താനങ്ങൾക്ക് നല്ല സന്താന ലഭ്യതയും മനഃപ്രസാദം പ്രകരോ സർവ അർത്ഥസിദ്ധിം സുഖഭോജനഞ്ച നല്ല മൃഷ്ടാന്ന ഭോജനങ്ങളൊക്കെ മൃഷ്ടാന്ന ഭോജനം കഴിക്കാനുള്ള സാഹചര്യമൊക്കെ നമുക്ക് ഈ ചന്ദ്രദശ തരുമെന്ന്. പിന്നെ കൃഷിയിൽ നിന്ന് ധാന്യങ്ങളിൽ നിന്ന് നമുക്ക് ഗുണങ്ങളൊക്കെ ലഭിക്കും. ഇങ്ങനെയൊക്കെയാണ് ചന്ദ്രൻ്റെ ദശാഫലം പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളിൽ നിന്നുള്ള സന്തോഷകരമായ വർത്തമാനങ്ങൾ, അവരിൽ നിന്നുള്ള സുഖവും സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അവർ നല്ല നല്ല സ്ത്രീ ജനങ്ങളുടെ സംഘടനകൾ വഴിയും മറ്റുമൊക്കെ മുന്നോട്ട് കയറി പോകാനും അവർക്ക് മേന്മയുണ്ടാകാനും ഒക്കെ ഗുണപരമായ സാധ്യതകൾ. ചൊവ്വാദശ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നവർക്ക് 5ഉം 12ഉം ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ചൊവ്വ നല്ല ഉന്നതമായ സ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ ചൊവ്വ കൊടുക്കുന്നത് വിശേഷിച്ചും സൈന്യങ്ങളിലും പോലീസും പട്ടാളം മുതലായിരിക്കുന്നതോ അല്ലെങ്കിൽ ആ വകുപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ശത്രുക്കളെ ജയിച്ചു വരാനും വ്യവഹാരങ്ങളിൽ ജയിക്കാനും ഒക്കെ സാധ്യത ആ സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാകും. നല്ല ഭൂമികളൊക്കെ വാങ്ങിക്കാനുള്ള യോഗം വരും. പിന്നെ ആരുടെയും ധൈര്യപൂർവ്വം നമുക്ക് അവരോട് സഹവർത്തിത്വം സ്വീകരിക്കാനും അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനും ഒക്കെ യോഗങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ ശത്രുക്കൾ എത്ര വന്നിരുന്നാലും ശത്രുക്കളൊക്കെ അടിച്ചു മുന്നോട്ട് പോകാൻ ചൊവ്വ നല്ല സ്ഥാനങ്ങളിലാണെങ്കിൽ പ്രശ്നമില്ല.
അടുത്ത് വരുന്ന നമുക്ക് രാഹുർദശ ആരംഭിച്ചു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദശാകാലം അതിൻ്റെ നിൽക്കുന്ന ഭാവത്തെ ആശ്രയിച്ചാണ് കൂടുതലും, വിശേഷിച്ച് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും യോഗവും ഒക്കെ എങ്ങനെയുണ്ട് അതനുസരിച്ചിരിക്കും അവരുടെ ഫലങ്ങൾ എന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് രാഹുവിൻ്റെ ദശാകാലവും ദോഷമല്ലാതെ പോകണം. ഞാനിപ്പോൾ ഈ ദോഷമല്ലാതെ ഗുണങ്ങളെ മാത്രമാണ് പറയുന്നെങ്കിലും ഈ പറയുന്ന ഭാവങ്ങളുടെ സ്ഥിതിവിശേഷങ്ങളും അതിൻ്റെ ശത്രുക്ഷേത്രം നീചസ്ഥിതി മുതലായിരിക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരണം. അവിടെ അപ്പോൾ ഗ്രഹങ്ങൾക്കെല്ലാം ഒരു ഷഡ്വിധ ബലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഷഡ്വിധ ബലങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് കുറച്ചുകൂടെ പ്രാധാന്യമോടെ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് രാഹുർദശ കഴിഞ്ഞ അടുത്ത വ്യാഴദശ ആരംഭിച്ചാൽ വ്യാഴം ജന്മാധിപതിയും 4ാം ഭാവാധിപത്യവും എടുത്തിരിക്കുന്നു. നമുക്ക് അഷ്ടമഭാവത്തിൻ്റെ ഉച്ചാവകാശവും ഈ ഗ്രഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ലഗ്നാധിപത്യം എന്നുള്ള മൂലക്ഷേത്ര ബലം വളരെ നല്ല ഫലമാണ്. പക്ഷേ 4ാം ഭാവാധിപത്യം കൊണ്ടുണ്ടാക്കുന്നതായ ആധിപത്യം ഈ ശുഭഗ്രഹത്തിന് ഈ പറയുന്ന കണക്ക് കേന്ദ്രാധിപത്യം എന്നുള്ള നില നോക്കുമ്പോൾ 4ാം ഭാവത്തിന് ഇച്ചിരി ദോഷം അതിനകത്ത് വന്നേക്കും. അതൊക്കെ ദശയുടെ ഒരു മധ്യമഘട്ടം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഉച്ചസ്ഥനും നല്ല ഭാവബലവും ഒക്കെ ഉണ്ട്, രാജകീയമായ സുഖഭോഗം. വിശേഷിച്ച് ഈ വ്യാഴം നേരത്തെ പറഞ്ഞ 4ാം ഭാവാധിപത്യത്തിൻ്റെ 4ലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ കേസരി യോഗവും അവിടെ രാജയോഗവും ഇവിടെ സംഭവിക്കുന്നത് കൊണ്ട് ആ വ്യാഴദോഷം ചെയ്യില്ല. അത് ശനിദശ ആരംഭിച്ചു കഴിഞ്ഞാൽ ശനി 2ാം ഭാവാധിപത്യവും 3ാം ഭാവാധിപത്യവും എടുത്തിരിക്കുന്നത് കൊണ്ട് അതിന് ഗുണദോഷ സമ്മിശ്രമായിട്ട് ശനി കടന്നു പോകും എന്നുള്ളതാണ്. ആ ശനിക്ക് നമുക്ക് 10ാം ഭാവത്ത് കന്നിരാശിയിൽ നിന്നാലും അതേസമയത്ത് 11ാം ഭാവത്ത് ഉച്ചസ്ഥനായിട്ട് വരികയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫലങ്ങളെ തന്നെ അവർ തരും. ബന്ധുഗുണവും മറ്റനുഭവങ്ങളും തൊഴിൽപരമായ മാറ്റങ്ങളും നേരത്തെ പറഞ്ഞ കണക്ക് വിദേശത്തിൽ നിന്നുണ്ടാക്കുന്ന ഗുണങ്ങളുമൊക്കെ ആ ശനിദശ. അതിൽ നമുക്ക് ബുധൻ്റെ ദശാകാലം എന്ന് പറയുമ്പോൾ ആ ബുധൻ എന്ന് പറയുന്നത് ഇപ്പോൾ 7ാം ഭാവാധിപത്യവും 10ാം ഭാവാധിപത്യവും എടുത്തിരിക്കുന്നത് കൊണ്ട് ആ ബുധൻ്റെ ഗുണങ്ങൾ അത്രയും മോശമായ അനുഭവങ്ങൾ ബുധദശ നമുക്ക് തന്നേക്കും. ഇനി അതിനെ കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ബുധന് നല്ല സ്ഥാനബലവും ദിഗ്ബലവും ബുധൻ അവിടെ ഉച്ചസ്ഥിതിയും ഒക്കെ ഇപ്പോൾ 7ഉം 10ഉം ഭാവമാണെങ്കിൽ അവിടെ രാജയോഗപ്രദനായിട്ട് ബുധൻ കന്നിരാശിയിൽ വരികയും നേരത്തെ പറഞ്ഞ കണക്ക് നിപുണയോഗകർത്താവായിട്ട് മൗഢ്യം ഉണ്ടെങ്കിൽ പോലും അവിടെ വളരെ രാജകീയ സുഖഭോഗങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ യോഗമുണ്ടെന്നാണ്. അത് കഴിഞ്ഞ് നമുക്ക് കേതുദശ ആരംഭിച്ചാൽ കേതു നിൽക്കുന്ന ഭാവത്തെ ആശ്രയിച്ചുകൊണ്ടും ചന്ദ്രൻ നമുക്ക് ഏത് നല്ല ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ശുക്രദശ നമുക്ക് 6ഉം 11ഉം ഭാവാധിപത്യം ഉള്ളതുകൊണ്ടും ആ ഗ്രഹത്തിന് അവിടെ ഉച്ചസ്ഥിതി മീനൻ രാശിയിലുള്ള സ്ഥിതി വരിക. 12ാമത്തെ രാശിനി ശുക്രൻ നിന്നാൽ അത് രാജയോഗപ്രദമാണെന്നാണ് പറയുന്നത്, അത് ദോഷമല്ല. ഇങ്ങനെയൊക്കെയുള്ള ശുക്രൻ്റെ സ്ഥാനബലവും കൂടിയൊക്കെ പരിശോധിച്ചാൽ ധനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ അവിടെ ഗുണകരമായ ഫലങ്ങൾ തരുമെന്നുള്ളതാണ്. ഈ ശുക്രൻ എന്ന് പറയുന്നത് കളത്രം ശയനം കാമം എന്നുള്ള ആ പ്രമാണം അനുസരിച്ച് ഭാര്യാസ്ഥാനവും ഭൗതികമായ സുഖസൗകര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. ചിലപ്പോൾ ചിലർക്ക് ദോഷകരമായിട്ടാണ് ഈ ശുക്രൻ നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ദാമ്പത്യ ബന്ധം പോലും ചിലപ്പോൾ തകർന്ന് പോകേണ്ട സാധ്യത ഉണ്ടാകുന്ന സന്താനങ്ങളൊക്കെ എല്ലാവരുമൊക്കെ വെറുത്ത് നമ്മളൊരു സ്ഥാനത്യാഗം ചെയ്ത് നമ്മൾ അന്യദേശത്ത് പാർക്കേണ്ട സാധ്യതകളൊക്കെ ആ ശുക്രന് വന്നേക്കും. ചിലപ്പോൾ കേതുദശയില നല്ല ഫലങ്ങൾ. ഇപ്പോൾ ഇതാണ് പറയുന്ന ഗ്രഹങ്ങളുടെ ചിലപ്പോൾ നമുക്ക് കേതു കഴിഞ്ഞ് ശുക്രൻ ആരംഭിക്കുമ്പോൾ നമുക്ക് നല്ല ഫലങ്ങളൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷ വരും. അതല്ലെങ്കിൽ നമുക്ക് പാപഗ്രഹങ്ങളുടെ ദശ മാറി ശുഭഗ്രഹങ്ങളുടെ ദശ വരുമ്പോൾ നല്ല അനുഭവങ്ങൾ കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്താൽ അവർക്ക് ചിലപ്പോൾ നേരെ തിരിച്ചാണിരിക്കും അനുഭവങ്ങൾ വരുന്നത്. അതെന്തുകൊണ്ടെന്നാൽ ഈ ജാതക അനുഭവങ്ങളായിരിക്കും. ശുക്രൻ കഴിഞ്ഞ അടുത്ത് കേതുദശ ആദിത്യ ദശ നമ്മൾ നേരത്തെ സൂര്യൻ്റെ ദശാകാലത്തെ പറ്റി ആദ്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ 7 ഗ്രഹങ്ങളും നവഗ്രഹങ്ങളെ തന്നെ ഈ രാശികളെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെ പോകും എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഏകദേശം ചന്ദ്രരാശി കൊണ്ട് ചിന്തിച്ചാൽ അവരുടെ ദശാകാലങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ധനുരാശിയുടെ ഫലങ്ങളും അവർക്ക് തൽക്കാലം ഓരോ ദശ ആരംഭിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ഞാനിതുകൊണ്ട് താൽക്കാലികമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ദോഷകരമായ അനുഭവങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് ദോഷമാണല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ നല്ല ഇച്ഛാശക്തിയോടുകൂടി നല്ല അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ നമുക്ക് ദൈവീക കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അനാവശ്യമായ കാര്യങ്ങളിൽ പോയി നമ്മൾ ഇടപെടാതിരിക്കുക. വിദേശയാത്ര ചെയ്യുമ്പോൾ തീർത്തും നമുക്ക് നല്ല ടൈമാണ്, പോയാൽ ഗുണം കിട്ടുമെന്നുള്ള നല്ല അറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് ആരെങ്കിലും അറിവുള്ളവരുമായിട്ട് സമീപിച്ചിട്ട് വേണം ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.